നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം കഴിയുന്തോറും നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് രംഗത്ത് വരുന്നത്. ഏതായാലും വീട്ടിലില്ല സുഗാന്ത്. എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതുവരെയായിട്ടും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പോലീസ് എന്തുകൊണ്ടാണ് ഈ നടപടി വൈകിപ്പിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും ദുരൂഹമായി തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. പഠിക്കാൻ മിടുക്കരായതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു വകുപ്പിൽ ജോലി ലഭിച്ചത്. ഇപ്പോൾ സുഗാന്തിന്റെ അടക്കം വീട്ടിൽ പോലീസ് തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. അതിലടക്കം പല നിർണായകമായിട്ടുള്ള രേഖകളും കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിനിടയിലായിരുന്നു ഒളിവിലിരുന്ന് ഇപ്പോൾ സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഒളിവിൽ കഴിയവെയാണ് സുഗാന്ത് ഇത്തരത്തിലൊരു നീക്കം നൽകിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. കേസിൽ താൻ നിരപരാധിയാണെന്നും IB ഓഫീസറുടെ മരണത്തിൽ പങ്കില്ലെന്നാണ് സുഗാന്ത് സുരേഷിന്റെ ജാമ്യാപേക്ഷയിലെ പ്രധാന വാദം. അതേസമയം IB ഉദ്യോഗസ്ഥയുമായി താൻ പ്രണയത്തിലായിരുന്നുവെന്നും സുഗാന്ത് സമ്മതിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിലും മരിച്ച IB ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയിട്ടില്ല. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയുമാണ് എപ്പോഴും ഇടപഴകിയത്. IB ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. വിവാഹാലോചനയും നടത്തിയിരുന്നു. തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിൽ പോയി സംസാരിക്കുകയും ചെയ്തിരുന്നു. സത്യസന്ധമായ സ്നേഹവും നിറഞ്ഞ പിന്തുണയുമാണ് എപ്പോഴും IB ഉദ്യോഗസ്ഥയോട് പ്രകടിപ്പിച്ചത്. IB ഉദ്യോഗസ്ഥയുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെയും തീരുമാനത്തെയും എപ്പോഴും അംഗീകരിച്ചിരുന്നു. അവരുടെ മരണം ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരാളാണ് താനെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും വിവാദമായപ്പോഴാണ് ഈ പറയുന്ന സുഗാന്ത് സുരേഷ് മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ഇത്രയേറെ ഒളിപ്പിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുഗാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിൽ കഴിയുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. മാത്രമല്ല, സ്നേഹം നിറഞ്ഞ പങ്കാളിയെ മാത്രമല്ല, അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നഷ്ടപ്പെട്ടത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ താൻ നിരപരാധിയാണ്. കുറ്റകൃത്യവുമായി ഒരു ബന്ധവുമില്ല. സംശയത്തിന്റെ നിഴലിലേക്ക് തന്നെ ബോധപൂർവം വലിച്ചിടുകയാണ്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അനാവശ്യമായി തന്നെ സംശയിക്കുന്നുവെന്നും ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുഗാന്ത് സുരേഷ് പറയുന്നുണ്ട്. കൂടാതെ വിവാഹകാര്യം വീട്ടുകാരെ അറിയിക്കുകയും തന്റെ മാതാപിതാക്കൾ അവരുടെ വീട്ടിലെത്തി സംസാരിക്കുകയും ചെയ്തു. ജ്യോതിഷിയുടെ അഭിപ്രായം തേടാനായിരുന്നു യുവതിയുടെ വീട്ടുകാരുടെ തീരുമാനം. ജ്യോതിഷിയെ കണ്ടതിന് ശേഷം എന്താണ് പറഞ്ഞത് എന്നതുൾപ്പെടെ ഒരു കാര്യവും പറയാൻ അവരുടെ വീട്ടുകാർ തയ്യാറായില്ല. മാത്രമല്ല, താനുമായി ബന്ധം പുലർത്തുന്നതിനെ എതിർക്കുകയും ചെയ്തു. മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്യാൻ അവർ പറഞ്ഞു. എന്നാൽ തനിക്കൊപ്പം നിൽക്കാനാണ് യുവതി തീരുമാനിച്ചത്. ബന്ധം തുടരാൻ തീരുമാനിച്ച ഇരുവരും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. വീട്ടുകാർ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നതിൽ യുവതി വലിയ സമ്മർദ്ദത്തിലായിരുന്നു. യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിനെ പിന്നിൽ മാതാപിതാക്കളെ ഏൽപ്പിച്ച സമ്മർദ്ദവും വിഷമവുമാണ്. സ്നേഹം നിറഞ്ഞ പങ്കാളിയെ മാത്രമല്ല, അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നഷ്ടപ്പെട്ടത്. യുവതിയുടെ മാതാപിതാക്കൾ തനിക്കെതിരെ പരാതി നൽകിയതായി അറിഞ്ഞു. സംശയത്തിന്റെ നിഴലിലേക്ക് തന്നെ ബോധപൂർവം വലിച്ചിടുകയാണ്. മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അനാവശ്യമായി തന്നെ സംശയിക്കുകയാണെന്നാണ് ജാമ്യാപേക്ഷയിൽ സുഗാന്ത് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും സുഗാന്തിന്റെ വാദമുണ്ട്. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് അടക്കം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും സുഗാന്തിനെ തിരയുന്നുണ്ട്, സുഗാന്തിന്റെ വീട്ടിലടക്കം പോലീസ് തിരയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ഈ പറയുന്ന IB ഉദ്യോഗസ്ഥരുടെ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സുഗാന്ത് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, വീട്ടുകാരായിരുന്നു ഇതിനെ പ്രധാനമായും എതിർത്തിരുന്നത്. വീട്ടിൽ പോയി ഇവരുടെ അടുത്ത് വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഇവരാണ് അതിനെ മുടക്ക് പറഞ്ഞത്. മാത്രമല്ല, വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന IB ഉദ്യോഗസ്ഥയ്ക്ക് സമ്മർദ്ദം കൊടുത്തിരുന്നു എന്നും സുഗാന്ത് പറഞ്ഞിട്ടുണ്ട്. അതും എടുത്ത് പറയേണ്ടതാണ്. കാരണം വീട്ടുകാരടക്കം നൽകിയിട്ടുള്ള മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സുഗാന്ത് ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തിട്ടുണ്ട് തന്റെ മകളെ എന്നാണ് അച്ഛനടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. പക്ഷേ ഇതിൽ എന്താണ് മേഘയെ ഈ പറയുന്ന സുഗാന്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പെരുമാറ്റമാണോ അതോ വീട്ടുകാരുടെ സമ്മർദ്ദമാണോ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. ഏതായാലും ഈ പറയുന്ന സുഗാന്ത് സുരേഷിനെ ഇന്നലെയാണ് കേസിൽ പ്രതി ചേർത്തിരുന്നത്. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താനാണ് നീക്കം. ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് സുഗാന്ത് ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്.
ഇതുകൂടാതെ ഇതുവരെയായിട്ടും സുഗാന്തിനെ പിടിക്കാൻ സാധിക്കാത്തതിൽ പോലീസിനെതിരെയും IBക്കെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. മാത്രമല്ല സുഗാന്തിനെ കുറിച്ച് കൂടുതൽ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് വരുന്നത്. ആരോപണ വിധേയനായ സുഹൃത്ത് സുഗാന്തിന് ഒരേ സമയം ഉണ്ടായിരുന്നത് 3 പ്രണയബന്ധങ്ങളായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പത്തനംതിട്ടക്കാരി ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് ശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പത്തനംതിട്ടക്കാരി ഉൾപ്പെടെ 3 വനിതാ IB ഉദ്യോഗസ്ഥരുമായി ഒരേ സമയം സുഗാന്ത് അടുപ്പം സൂക്ഷിച്ചിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലെന്നാണ് കഴിഞ്ഞ ദിവസം കൈരളിയിലടക്കം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സുഗാന്ത് സുരേഷ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് തിരുവനന്തപുരത്തുകാരിയുമായി മാത്രമായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. IB ഉദ്യോഗസ്ഥരും പോലീസും കൊച്ചിയിലെ സുഗാന്തിന്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചത്. തിരുവനന്തപുരത്തുകാരിയുടെ ശമ്പളം പലതവണയായി സുഗാന്ത് അക്കൗണ്ടിലേക്ക് മാറ്റിയതിന്റെ ബാങ്ക് രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സുഗാന്തിനെ കണ്ടെത്താൻ IB വിപുലമായ തെരച്ചിൽ നടത്തുന്നില്ല. അൺഓതറൈസ്ഡ് ആബ്സെന്റ് ആയ സുഗാന്തിനെ പുറത്താക്കാൻ വേണ്ടി കൂടിയാണ് ഇത് നടത്തിയിരിക്കുന്നത്. അകാരണമായ അവധിയിൽ പോയി എന്ന് വരുത്താൻ സുഗാന്തിന്റെ ഒളിവ് കാലത്തിലൂടെ കഴിയുമെന്നാണ് IB വിലയിരുത്തൽ. 2 തവണ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ പാസ്സായ ആളാണ് സുഗാന്ത്. മെയിൻ പരീക്ഷയിൽ പരാജയം നേരിട്ടിട്ടും സിവിൽ സർവീസ് മോഹം സുഗാന്ത് കൈവിട്ടില്ലായിരുന്നു. സുഗാന്ത് സുരേഷ് IAS എന്നെഴുതിയ പേഴ്സണൽ ഡയറി മുറിക്കുള്ളിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുണ്ട്. സിവിൽ സർവീസ് നേടിയ ശേഷം മാത്രം വിവാഹം മതിയെന്ന നിലപാടിലായിരുന്നു സുഗാന്ത്. എന്നാൽ വിവാഹം നടത്തണമെന്നായിരുന്നു പത്തനംതിട്ടക്കാരിയുടെ ആവശ്യം. ഇതേ തുടർന്ന് ഇയാൾ യുവതിയോട് പരുഷമായി പെരുമാറിയിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് പിന്നാലെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2024 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മേഘയ്ക്ക് ലഭിച്ചിരുന്ന ശമ്പളം മുഴുവനായും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘം കണ്ടെത്തി. യുവതിക്ക് ദൈനംദിന ചെലവുകൾക്കായി 1000 രൂപയും 15,000 രൂപയും ഈ മാസങ്ങളിൽ സുഗാന്ത് അയച്ചതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകളും അന്വേഷണ സംഘം വീണ്ടെടുത്തിട്ടുണ്ട്. യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസം രാത്രി 9:30ക്കും 11 മണിക്കുമിടയിൽ സഹപ്രവർത്തകരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ആശ്വസിപ്പിക്കാൻ ശ്രമിക്കവേ VIP സന്ദർശനത്തിന്റെ ഭാഗമായി IB ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകേണ്ടി വന്നു. ലൈംഗിക ചൂഷണത്തിന് വിധേയയായ 24-കാരിയായ ഈ പറയുന്ന പെൺകുട്ടി വിവാഹത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറിയതോടെയാണ് ജീവനെടുക്കാൻ തീരുമാനിച്ചതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സെക്കൻഡുകൾ മാത്രമുള്ള ഈ പെൺകുട്ടിയുമായുള്ള അവസാന ഫോൺ കോൾ സുഗാന്തുമായി ആയിരുന്നു. ജീവനൊടുക്കാൻ പോകുന്ന വിവരം സുഗാന്തിനെ അറിയിക്കുക എന്ന് ലക്ഷ്യമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. IB ചട്ടങ്ങൾ ലംഘിച്ച് സുഗാന്ത് ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. ലീവ് അഡ്രസ് പോലും നൽകാതെയാണ് സുഗാന്ത് അവധിയിൽ പോയിരിക്കുന്നത്. അവധിക്ക് പോകുന്ന ഉദ്യോഗസ്ഥൻ ലീവ് അഡ്രസ് നൽകണമെന്നാണ് ചട്ടം. ഇത് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെടാനാണ്. എന്നാൽ അവധി അപേക്ഷയോ ലീവ് അഡ്രസ്സോ ഇല്ലാതിരുന്നിട്ടും ഈ സുഗാന്തിന്റെ കാര്യത്തിൽ തുടർ നടപടികൾ എടുക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറാകാത്തതിൽ കുടുംബത്തിനും പരാതി ഉയരുന്നുണ്ട്. ഉദ്യോഗസ്ഥ മരിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സുഗാന്തും കുടുംബവും ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ ശാരീരികമായും സാമ്പത്തികമായും മകളെ സുഗാന്ത് ചൂഷണം ചെയ്തതിനുള്ള തെളിവുകൾ കഴിഞ്ഞ ദിവസം അച്ഛന് കൈമാറിയതും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതി ചേർക്കാനുള്ള നീക്കം നടന്നത്. പ്രതി ചേർത്താൽ സുഗാന്ത് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. ഏകദേശം ഉച്ചയോട് കൂടിയിട്ടാണ് സുഗാന്ത് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ പറയുന്ന ഇപ്പോൾ തനിക്ക് ഇതിലൊന്നും ബന്ധമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങളിലൊന്നും തന്നെ താൻ ഉത്തരവാദിയല്ല എന്ന് സുഗാന്ത് കോടതിയിൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു പെൺകുട്ടി ഈ അബോർഷൻ നടത്തിയതിന്റെയൊക്കെ മെഡിക്കൽ രേഖകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിനൊക്കെ തന്നെ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു.